ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ സഭായോഗത്തെ നാം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങപ്പെടുകയും ചെയ്യുമാറാകട്ടെ. കൊയർ ഇപ്പോൾ ഒരു പാട്ട് ലീഡ് ചെയ്യും. നമുക്ക് ആ പാട്ട് പാടുമ്പോൾ സമർപ്പണത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങപ്പെടുമാറാകട്ടെ. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ നിന്നെ എന്നുള്ള പാട്ട് ചേർത്ത് പാടുമ്പോൾ ഒന്നിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഒന്നിച്ച് ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. ചേർന്ന് പാടിയോ? ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. നിൻകരത്തിൻ ആശേഷം പകരുന്നു ബലമെന്നിൽ. നിൻകരത്തിൻ ആശേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമിൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കുന്ന എൻ ഹൃദയം. മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കുന്ന എൻ ഹൃദയം. മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കുന്ന എൻ ഹൃദയം. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ
കരുണാസമ്പൂർണനായ ഞങ്ങളുടെ ദൈവമേ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച് അവിടുത്തെ പാദപീഠെ ചേർന്ന് വന്ന് അങ്ങേ പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും ഒത്തവണ്ണം അങ്ങേ ആരാധിപ്പാൻ കർത്താവെ ഇന്ന് തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ആയിരുന്നിടങ്ങളിലൊക്കെയും കർത്താവിൻ്റെ കാവലും പരിപാലനം ഞങ്ങളോട് കൂടെയിരുന്നു. ഞങ്ങളുടെ നടപ്പും കിടപ്പും നീ അറിയുന്നു കർത്താവെ. ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു കർത്താവെ. ഞങ്ങൾ സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി കിടക്ക വരിച്ചാൽ നിൻ്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ അവിടെയും ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഹല്ലേലൂയ. അവിടുത്തെ പരിപാലനവും അവിടുത്തെ കരുതലും അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞ ഒരാഴ്ച കൂടെ ഞങ്ങളെ സഹായിച്ചു. സമാധാനത്തോടെ സന്തോഷത്തോടെ നിന്റെ മക്കളായ അടിയങ്ങൾ ഒന്നിച്ച് കർത്താവെ അവിടുത്തെ പാദപീഠെ അടുത്ത് വരുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. അവിടുത്തെ ശക്തി ഞങ്ങൾ പ്രാപിക്കുവാൻ കർത്താവെ, അവിടുത്തെ ബലം ധരിക്കുവാൻ, പുതിയ ചൈതന്യം, പുതിയ ജീവൻ കർത്താവെ ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കുവാൻ കർത്താവെ, ഹല്ലേലൂയ, ആത്മനിറവോടെ ഇന്ന് പകലിൽ അങ്ങേ ആരാധിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ആളാം പ്രതിയായി പേരായി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒന്നിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിരിക്കുന്നുവെങ്കിലും ഏക ഹൃദയത്തോട് ഏക മനസ്സോടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവെ. ഒന്നിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് അവിടുത്തെ സാന്നിധ്യവും കർത്താവെ അവിടുത്തെ ശക്തിയും ഏറ്റെടുത്തവരായി അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, അവിടുത്തെ സന്നിധിയിൽ കർത്താവെ സന്തോഷിപ്പാൻ നിങ്ങൾ ഒന്നിച്ച് സഹായിച്ചാട്ട് സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ അങ്ങേ വാഴ്ത്തി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിക്കാട്ട് വചനത്തിൻ്റെ ആലോചനകൾ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ അവിടുന്ന് അറിയിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആത്മനിറവിൽ അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു കർത്താവെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സന്നിധി ബോധത്തോടു കൂടി കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ വീണ്ടും ചില ഗാനങ്ങൾ പാടി നാം കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പോവുകയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരവസരത്തിലാണ് നാം ദൈവത്തെ സ്തുതിക്കുവാനായിട്ടും വാഴ്ത്തി മഹത്വപ്പെടുത്തുവാനായിട്ടും ഇടം മറന്ന് ഹല്ലേലൂയ നടത്തിയ വിധങ്ങളെ ഓർത്ത്, നമ്മളെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്ക എന്നുള്ള പാട്ട് കൊയർ ഇപ്പോൾ പാടും. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ോടെ പാടി പുകഴ്ത്തി
സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. ആമേൻ. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി എന്നുള്ളമേ എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. 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 Oh, hallelujah. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ ദൈവം തരുന്ന വലിയ അവസരത്തിനായിട്ട് ഹല്ലേലൂയ ഞങ്ങൾ നന്ദിയോട് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ വണങ്ങാം. ഹല്ലേലൂയ. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്ക എന്ന് ചേർന്ന് പാടിയ ജനമേ, ഹല്ലേലൂയ. അവിടുത്തെ നന്മകൾ ഓർത്ത്, കർത്താവ് നടത്തിയ വിധങ്ങൾ ഓർത്ത്, പരിപാലിക്കുന്ന എല്ലാ കൃപകളോർത്ത് എണ്ണി കർത്താവിനെ സ്തുതിക്കുവാൻ ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ. ആരും നിർവിചാരകരായി നിൽക്കുന്നതിനിടയായി തീരാതെ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നുള്ളമേ സ്തുതിക്ക എന്ന് ചേർന്ന് പാടി ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, ഹല്ലേലൂയ. അഖിലാണ്ടത്തെ ഹല്ലേലൂയ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവുമില്ലാതെ തള്ളപ്പെട്ട്, വെറുക്കപ്പെട്ട്, അറയ്ക്കപ്പെട്ട് കിടന്നിരുന്നതായ ഹല്ലേലൂയ ഒരു കണ്ണിനും ദയ തോന്നാത്തവരായി ആയിരുന്ന ജാതികളായിരുന്നു നമ്മളെ കർത്താവ് കാൽവറിയിൽ തങ്ക നിണം തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. എന്നുള്ളമേ സ്തുതിക്കുക. തൻ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓരോ പാട്ടിൻ്റെയും ചരണങ്ങൾ നമ്മൾ ചേർന്ന് പാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഈ സമയങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിനെ അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് നമ്മളെ തേടി വന്ന കർത്താവിനെ ഹല്ലേലൂയ അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ട് വണങ്ങുന്നവനെ. സ്വർഗം ഹല്ലേലൂയ 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 സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നവനെ ചേർന്ന് ആരാധിക്കുവാൻ ദൈവം തരുന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ എന്നുള്ള പാട്ട് നമുക്ക് വീണ്ടും പാടാം. ഹല്ലേലൂയ ഖോയറ പാട്ട് പാടുമ്പോൾ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധൻ മഹോന്നത ദേവൻ. ഹല്ലേലൂയ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ദൈവം നിത്യതാതനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം മശിഹാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാതനാം വീരനാം ദൈവം സൂര്യൻ രാജാധിരാജനാം മശിഹാ. വെച്ചിരിക്കുന്ന പ്രത്യാശയോടുകൂടെ കോടാകോടി ദൂതസൈന്യവുമായി അവൻ മേഘാരൂഢനായി വരുന്നു. ആ ഒരു കാഴ്ച മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടെ ഏറ്റുപാടാം. കോടാകോടി തൻ ദൂതസൈന്യം, കോടാകോടി തൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നീതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. കോടാകോടി തൻ
സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വണങ്ങുന്ന കർത്താവേ, അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, പരിശുദ്ധനായവനെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ നിന്നെ വണങ്ങുന്ന കർത്താവേ, പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. സ്വർഗത്തിൽ സറാഫുകൾ സ്തുതിക്കുന്നവനെ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ വാഴ്ത്തുവാൻ നീ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഒന്നിച്ച് കർത്താവിനെ പാടുവാനും സ്തുതിക്കുവാനും ദൈവം തരുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടും നന്ദിയോടും കൂടെ ആയിരിക്കുമ്പോൾ തന്നെ തിരുവചന വായനയ്ക്കായിട്ട് നാം സമയത്തെ വേർതിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനായിട്ട് തിരുവചനം കയ്യിലുള്ളവരെല്ലാവരും ബൈബിൾ എടുക്കുവാനും നാം വചനധ്യാനത്തിനായിട്ട് സമയം വേർതിരിക്കുകയാണ്. ഋതു തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും ധ്യാനത്തോട് സമർപ്പണത്തോട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ബൈബിൾ റീഡിംഗ് ഋതു തോമസ് മുന്നോട്ട് കടന്നു വരും. ഹല്ലേലൂയ. Praise Lord. Acts chapter 20 verses 20 onwards. And how I kept back nothing that was profitable unto you, but I have shewed you and have taught you publicly and from house to house, testifying both to the Jews and also to the Greeks repentance toward God and faith toward our Lord Jesus Christ. And now behold, I go bound in the Spirit unto Jerusalem, not knowing the things that shall befall me there, save that the Holy Ghost witnesseth in every city, saying that bonds and afflictions abide me. But none of these things move me, neither count I my life dear unto myself, so that I might finish my course with joy, and the ministry which I have received of the Lord Jesus, to testify the gospel of the grace of God. And now behold, I know that ye all, among whom I have gone preaching the kingdom of God, shall see my face no more. Wherefore I take you to record this day that I am pure from the blood of all men. For I have not shunned to declare unto you all the counsel of God. Take heed therefore unto yourselves and to all the flock over the which the Holy Ghost hath made you overseers to feed the church of God, which he hath purchased with his own blood. For I know this, that after my departing shall grievous wolves enter in among you, not sparing the flock. Also of your own selves shall men arise, speaking perverse things, to draw away disciples after them. Therefore watch and remember that by the space of 3 years I cease not to warn every one night and day with tears. And now, brethren, I commend you to God and to the word of his grace, which is able to build you up and to give you an inheritance among all them which are sanctified.
I have coveted no man's silver or gold or apparel. Ye yourselves know that these hands have ministered unto my necessities and to them that were with me. I have shewed you all things, how that so laboring ye ought to support the weak, and to remember the words of the Lord Jesus, how he said, It is more blessed to give than to receive. And when he had thus spoken, he kneeled down and prayed with them all. And they all wept sore, and fell on Paul's neck and kissed him, sorrowing most of all for the words which he spake, that they should see his face no more. And they accompanied him unto the ship. വായിച്ചു കേട്ട അനുഗ്രഹീതമായ വേദ വചനത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവിക വചനം നമുക്ക് അനുഗ്രഹമായി നമ്മുടെ ശരീരത്തിന്, നമ്മുടെ പ്രാണന്, നമ്മുടെ ആത്മാവിന് ഒക്കെ അത് അനുഗ്രഹമായി ദൈവിക ശക്തിയായി നമ്മുടെ മൺകൂടാരങ്ങൾ അത് വ്യാപരിക്കേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ഇടപെടട്ടെ. ദൈവവചനത്തിനായിട്ട് നമുക്ക് നന്ദി കരയറ്റാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നാം നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന വിഷയങ്ങളുമായിട്ട് അവിടുത്തെ സന്നിധിയോട് ചേർന്ന് വരികയാണ്. 5 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. ദൈവത്തിൻ്റെ കരം അതിന്മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. ദൈവിക ശക്തി അതിന്മേൽ വ്യാപരിക്കും. അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാരംഭമായിട്ട് നാം പ്രാർത്ഥിക്കുന്നത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തി അത് ലോകമെമ്പാടും പ്രസിദ്ധമാക്കുവാൻ, ക്രൂശിലൂടെയുള്ള വിടുതൽ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള മഹാസുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മഹാദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്നർ സർക്കിളിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്കൂൾ ഓഫ് ടയർനെസ് എന്ന സാറ്റർഡേയ്സിലെ ബൈബിൾ ക്ലാസ്സിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ദ ഗ്രേസ് മാസ്റ്റർ ക്ലാസ്സിനായിട്ട്, ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ്സിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രേസ് ഗോസ്പൽ 24/7 പ്രക്ഷേപണം ചെയ്യുന്ന ദ ഗേറ്റ് TVക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദ ഗേറ്റ് ഹിന്ദി സെക്ഷനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ അനേക ആയിരങ്ങളോട് ഈ മീഡിയകളിലൂടെയൊക്കെ കർത്താവിൻ്റെ ക്രൂശിനെ പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായിട്ട്, ഇടയാക്കേണ്ടതിനായിട്ട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നാം ലോക്കൽ കോൺഗ്രിഗേഷനുകളായി, ലോക്കൽ കൂട്ടായ്മകളായിട്ട് ഹല്ലേലൂയ പ്രാർത്ഥനയായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് വരുന്നു. അവിടെയൊക്കെ ദൈവദാസന്മാരെ കർത്താവ് കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനാൽ അവരിലൂടെ ദൈവിക മഹത്വം വെളിപ്പെടുവാൻ, അനേക ആയിരങ്ങൾ ക്രൂശിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ, അനേകർ ക്രൂശിലൂടെ രക്ഷിക്കപ്പെടുവാൻ, നമ്മെ നിത്യതയോട് അടുപ്പിക്കുവാൻ കർത്താവ് മുഖാന്തരമാക്കേണ്ടതിനായിട്ട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയെല്ലാം ദൈവിക കരം അനുകൂലമായി കണ്ട് അനേക ആയിരങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂടാതെ ഇന്ന് നമ്മളോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന പലരുണ്ട്. രോഗങ്ങളിലെ, പ്രയാസങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം വിടുവിക്കേണ്ടതിനായിട്ട് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിരിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാനും ദൈവിക വിടുതൽ ഓരോരുത്തരും അനുഭവിപ്പാനും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ നന്ദി വാചകങ്ങളാൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിച്ച വിധങ്ങൾ ഓർത്ത് വീണ്ടും കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. തുടർന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവവചനം നമ്മളോട് ഇടപെടേണ്ടതിനായിട്ട്, സകല ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമ മഹത്വത്തിനായിട്ടായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീക ദൈവവചനത്തിൽ കൂടി കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട്, നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കൂട്ടായ്മയിൽ നമ്മളോടൊപ്പം ചേർന്നായിരിക്കുന്ന പലരും പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തലവണക്കിയിട്ടുണ്ട്. അവരെ കർത്താവ് അറിയുന്നു, കർത്താവ് കാണുന്നു. അവരുടെ വിഷയം എന്തു തന്നെയായിരുന്നാലും ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കരം കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സൗഖ്യവും വിടുതലും സമാധാനവും അവരനുഭവിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ 5 വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി തലവണക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിൻ്റെ മക്കളായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് വരുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾക്കിടയാക്കി. തുടർന്നും പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും കർത്താവ് ആദരിക്കുമാറാകണം.
കർത്താവെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യവും സമാധാനവും വിടുതലും കർത്താവെ അവരുടെ ഹൃദയങ്ങളിൽ സന്തോഷത്തെയും കർത്താവ് പകരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ സന്തോഷം ഞങ്ങൾ അനുഭവിപ്പാൻ, അവിടുത്തെ സൗഖ്യവും സമാധാനവും ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ഈ പ്രാർത്ഥനയിൽ പല വിഷയങ്ങളുമായിട്ട് തലവണക്കിയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുണ്ട്. അവരൊക്കെ സ്വർഗീയ കരം കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് സംസാരിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായ ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ വിശേഷാൽ കർത്താവിൻ്റെ നാമത്തിലെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ചില സമയങ്ങൾ അല്പനിമിഷം 35-40 മിനിറ്റ് ദൈവവചനത്തിൽ നിന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ആലോചന എനിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിനെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച വിളി എന്താണ് എന്ന് അല്പമായിട്ടൊന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ടാണ്. അത് നമ്മുടെ ഉള്ളങ്ങളിൽ പ്രവർത്തിക്കുവാൻ, അനേകരോട് ആ വിളിയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, അനേകർക്ക് ആ വിളി ലഭിച്ചിരിക്കുമ്പോൾ ആ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കുവാൻ ഈ വചനത്തിൽ കൂടി, ഈ ആലോചനകളിൽ കൂടി ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 26-ാമത്തെ അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധയോടും ദൈവസ്നേഹത്തോടും കൂടി നമുക്ക് ഒന്നിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. 26-ാമത്തെ അധ്യായം, പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികൾ 26-ാമത്തെ അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. നസറേയനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. സത്യം, അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുകയാണ്. ഈ സാഹചര്യം എന്ന് പറയുന്നത് പോൾ അഗ്രിപ്പ രാജാവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രംഗമാണ്. 26-ാമത്തെ അധ്യായം, 2 അധ്യായം കൂടെ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിക്കുകയാണ്. അതിനുശേഷം 27-ാമത്തെ അധ്യായത്തിൽ പോളിനെ റോമിലേക്ക്, തൻ്റെ വിധിക്കായിട്ട് റോമിലേക്ക്, കൈസറുടെ അടുക്കിലേക്ക് അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 28-ാമത്തെ അധ്യായത്തോടുകൂടി അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിക്കുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അഗ്രിപ്പ രാജാവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രംഗമാണ് ഇവിടെ പോൾ ഈ പറയുന്ന ഭാഗം നമ്മൾ വായിച്ച് കേട്ടത്. ആരാണ് ഈ അഗ്രിപ്പ രാജാവ്? ഒത്തിരി പശ്ചാത്തലം പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ മെസ്സേജ് പറഞ്ഞു തീർക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാലും അതിന് തൊട്ട് മുമ്പുള്ള ചില കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ഓർപ്പിച്ച് എങ്ങനെ ഇവിടെ എത്തി, ആര് അഗ്രിപ്പ രാജാവ്, എവിടെ വെച്ച് പോൾ ഇത് പറയുന്നു എന്നൊക്കെ ഒന്നൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. നമുക്ക് 20-ാമത്തെ അധ്യായം മുതലേ നോക്കിക്കഴിഞ്ഞാൽ കാണാം, 3-ാമത്തെ മിഷണറി യാത്രയും കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും മടങ്ങിയെത്തുന്നു. അതായത് ഗ്രീസിൽ നിന്നും അഖായ, മക്കദോനിയ പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ മടങ്ങി ആസിയയിൽ കൂടി മൂസിയ വഴി, എഫസോസ് വഴിയൊക്കെ യാത്ര ചെയ്ത് താൻ തിരിച്ച് യെരുശലേമിലും അവിടെ നിന്നും അന്ത്യോക്യയിലും പോകുവാനായിട്ട് പ്ലാൻ ചെയ്ത് യെരുശലേമിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ യെരുശലേമിൽ താൻ വലിയ കഷ്ടങ്ങൾ ആ സമയത്ത് അനുഭവിക്കുന്നു. യെരുശലേമിലെ സഭ തന്നെ ആദരിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം യെരുശലേം ദേവാലയത്തിൽ വെച്ച് ഒരു കള്ള കേസ് ഉണ്ടാക്കുകയും അങ്ങനെ തന്നെ യഹൂദന്മാരെ ചേർന്ന് പിടിക്കുകയും ഒടുക്കിക്കളയുവാനായിട്ട്, കൊന്നുകളയുവാനായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്തു. അതിൻ്റെയൊക്കെ കാര്യം നിങ്ങൾക്കറിയാം എന്താണെന്ന്. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത് മോശിക ന്യായപ്രമാണം ഫോളോ ചെയ്യുവാനായിട്ടല്ല. മോശയുടെ ന്യായപ്രമാണം നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായം എന്ന് പ്രസംഗിക്കുന്ന പോളിനെ കുറിച്ച് യഹൂദന്മാർ നിറയെ കേട്ടിരിക്കുന്നു. അങ്ങനെ പോളിനെ യെരുശലേം ദേവാലയത്തിൽ വെച്ച് അവർ കാണുമ്പോൾ താൻ ജാതികളായിരുന്ന ചിലരെയും കൊണ്ട് യെരുശലേം ദേവാലയത്തിൽ കയറി ദേവാലയത്തെ തീണ്ടിച്ചു കളഞ്ഞു എന്നൊരു കേസ് തൻ്റെ മേലെ ചാർത്തുകയും അങ്ങനെ തന്നെ പിടിക്കുകയും ഒടുക്കിക്കളയുവാനായിട്ട്, കൊന്നുകളയുവാനായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ വിഷയം അറിഞ്ഞ അവിടുത്തെ സഹസ്രാധിപൻ അന്ന് തന്നെ അവിടെ നിന്ന് കൈസരിയയിലേക്ക് മാറ്റുകയും
കൈസരിയിലെ ജയിലിൽ താൻ ആയിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഒത്തിരി ഡീറ്റെയിൽ പറയുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. അവിടെ കൈസരിയയിൽ അവിടുത്തെ ഗവർണറായിട്ടായിരിക്കുന്നത് ഫെലിക്സ് എന്ന് പറയുന്ന ഒരു റോമൻ ഗവർണറാണ്. അദ്ദേഹത്തിന് ഈ കേസിനെ കുറിച്ച് അറിയാം, അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന ദ്രുസില്ല എന്ന് പറയുന്ന തൻ്റെ ഭാര്യ ഈ യഹൂദിയ വിശ്വാസത്തിലുള്ള ഒരു യഹൂദിയ സ്ത്രീയാണ് താൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തന്നെ. ഫെലിക്സിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആ കേസ് വിചാരണ ചെയ്ത് ഫെലിക്സിന് പൗലോസിനെ വിട്ടയക്കാമായിരുന്നു, ആ കേസിനൊരു തീർപ്പ് കൽപ്പിക്കാമായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാനായിട്ട്, കാര്യം പോളിനെതിരായിട്ട് ഇവിടെ തിരിഞ്ഞിരിക്കുന്നത് സാധാ യഹൂദനല്ല, മഹാപുരോഹിതനായിരിക്കുന്ന അനന്യാസ് മുതൽ താപ്പോട്ടുള്ള എല്ലാ എലീറ്റ് ഗ്രൂപ്പുകൾ, പരീശന്മാർ, ന്യായശാസ്ത്രിമാർ, അതുപോലെ തന്നെ സന്നിദ്രീൻ സംഘമൊക്കെ ചേർന്ന് പോളിനെ പിടിച്ചിരിക്കുക. അനന്യാസ് അന്നത്തെ മഹാപുരോഹിതനാണ്. അദ്ദേഹമൊക്കെ ചേർന്ന് ഫെലിക്സിൻ്റെ അടുത്തിൽ വന്നിരിക്കുകയാണ് ഈ പോളിനെ കൊന്നുകളയുവാനായിട്ട്. ഇൻഫാക്റ്റ് പോളിനെ കൊന്നുകളയുന്നത് വരെ കുറച്ചു പേര് ചേർന്ന് ഏകദേശം 40 പേർ ആഹാരം പോലും കഴിക്കത്തില്ല എന്നൊരു ശപഥം വരെ ചെയ്തിരിക്കുകയാണ്. ആ തീവ്രത മനസ്സിലാക്കിയാണ് അവിടുത്തെ സഹസ്രാധിപൻ പോളിനെ രായ്ക്ക് രാമാനം പിടിച്ച് അന്ന് രാത്രി തന്നെ കൈസരിയിലേക്ക് യാത്ര മാറ്റിയിരിക്കുകയാണ്, അവിടുത്തെ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ കേസിന് ആധാരമായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് വിചാരണ നടക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആരാ കുറ്റം ചെയ്തോ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് അതിന് വിചാരണ ചെയ്യണം. പോൾ കിലിക്കിയക്കാരനാണ്, തർസോസുകാരൻ, കിലിക്കിയിലെ തർസോസുകാരനാണ്. ഈ തർസോസെന്നും കിലിക്കിയെന്നും ഒക്കെ പറയുന്നത് ഇന്ന് ടർക്കിയുടെ ഭാഗമാണെങ്കിലും അന്ന് സിറിയയുടെ ഭാഗമായിരുന്നു. ഏകദേശം ഈ കൈസരിയ എന്ന് പറയുന്ന സ്ഥലവും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഈ കിലിക്കിയുമായിട്ടും തർസോസുമായിട്ടും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ്. അവിടെ പോളിനെ വിചാരണ ചെയ്യുവാനായിട്ട്, കാര്യം പോൾ ആ ദേശക്കാരനാണ്. അതുകൊണ്ട് തന്നെ കൈസരിയിലെ ജയിലിൽ ഫെലിക്സ് എന്ന് പറയുന്ന ഗവർണർ, അതായത് റോമൻ പ്രോ കൗൺസിലാണ് അവിടുത്തെ ഭരണം നടത്തുന്ന ഗവർണർ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിന് നിരന്തരം പ്രഷറുണ്ട് യഹൂദന്മാരുടെ കയ്യിൽ നിന്ന്. മഹാപുരോഹിതനും മറ്റു ന്യായശാസ്ത്രിമാരും ഒക്കെ പോളിനെ കൊന്നുകളയുവാൻ അവനെ യെരുശലേമിലേക്ക് അയക്കുക, യെരുശലേമിൽ വെച്ച് വിചാരണ ചെയ്യണം. യെരുശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയത് തന്നെ പോളിനെ ദൈവത്തിൻ്റെ കരുണയാൽ പോള് രക്ഷിക്കപ്പെട്ടത്, അല്ലെ അന്ന് തന്നെ കൊന്നുകളയാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അത് അവരുടെ പ്ലാനും ചട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കി ആ സഹസ്രാധിപനായിരുന്ന ലൂസിയാസ് എന്ന് പറയുന്ന സഹസ്രാധിപൻ താൻ അദ്ദേഹത്തെ കൈസരിയയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ തിരിച്ച് യെരുശലേമിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അന്ന് തന്നെ പോളിനെ അവർ കഥ കഴിക്കും. എന്നാൽ ഫെലിക്സിൻ്റെ ഭരണരീതികളും ഫെലിക്സിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനത്തിനധികം സമ്മതമുള്ള ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റോമൻ കൈസർ തന്നെ തിരിച്ച് റോമിലേക്ക് വിളിക്കുകയും പകരം ഫെസ്തോസ് എന്ന് പറയുന്ന പുതിയൊരു ഒരു പ്രോ കൗൺസിൽ, ഒരു ഗവർണറെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫെസ്തോസ് വന്നു കഴിഞ്ഞപ്പോൾ ഫെസ്തോസിന് ആക്ച്വലി ഈ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തെക്കുറിച്ചോ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ച ആലയം സംബന്ധിച്ച കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വലിയ പരിചയമില്ല. അതുകൊണ്ട് ഫെസ്തോസ് പറയുകയാണ്, വേണമെങ്കിൽ ഫെലിക്സിന് പോളിനെ വിട്ടയക്കാമായിരുന്നു, പക്ഷെന്നുണ്ടെങ്കിൽ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാനായിട്ട് ജയിലിൽ വിട്ടേച്ചു പോയി. അതുകൊണ്ട് ഫെസ്തോസ് ഇപ്പോൾ ആ കേസ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. തനിക്ക് ഇങ്ങനെയുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ വലിയ അറിവില്ല. എന്നാൽ താൻ പോളിനെ യെരുശലേമിലേക്ക് അയക്കട്ടെ, നിൻ്റെ കേസ് യെരുശലേമിൽ വിസ്തരിക്കുവാനായിട്ട് നിനക്ക് സമ്മതമോ എന്ന് ചോദിക്കുന്നതിന് പോൾ പറഞ്ഞു, നോ, അതിനെനിക്ക് സമ്മതമല്ല. കാര്യം പോളിനറിയാം യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞാൽ വാദവുമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പോളിനെ കൊന്നുകളയുവാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് അവർ ചിന്തിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പോൾ പറയുകയാണ്, എന്നെ കൈസറിൻ്റെ അടുക്കൽ അയക്കണം, ഞാനൊരു റോമൻ പൗരനാണ്, എന്നെ റോമിലേക്ക് അയക്കണം, ഞാൻ യെരുശലേമിലല്ല പോകേണ്ടത്, ഞാൻ റോമിൽ പോകണം, എന്നെ കൈസർ വിധിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ കൈസറെ അഭയം ചൊല്ലിയതിനാൽ കൈസറുടെ അടുക്കലേക്കുള്ള ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു കാലം ഏകദേശം ഒരു 2 വർഷത്തോളം പോൾ ഈ കൈസരിയിലെ ജയിലിൽ കഴിയുവാനായിട്ട് ഇടയായി. ആ സമയത്ത് ഫെസ്തോസിനെ വിസിറ്റ് ചെയ്യുവാനായിട്ട് യഹൂദിയ രാജാവായിരിക്കുന്ന അഗ്രിപ്പ രണ്ടാമൻ ആ സ്ഥലത്തെത്തുകയാണ്, അവരുടെ കൊട്ടാരത്തിലെത്തുകയാണ്. അഗ്രിപ്പ രാജാവ് എത്തുമ്പോൾ, അഗ്രിപ്പ എന്ന് പറയുന്നത് യഹൂദ രാജാവാണ്. ഒത്തിരി ചരിത്രം പറയാൻ പറ്റുന്നില്ല, എന്നിരുന്നാലും ജസ്റ്റ് ഞാനൊന്ന് ടച്ച് ചെയ്ത് വിടുക. അഗ്രിപ്പ എന്ന് പറയുന്നത് യഹൂദിയ രാജാവാണ്. തനിക്ക്
അധികാരമുണ്ടോ, പവറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അധികാരമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഫൈനൽ അതോറിറ്റി ഗവർണറാണ്, റോമൻ ഗവർണറാണ് ഫെസ്തോസ്. ഫെസ്തോസിൻ്റെ മേലെയല്ല അഗ്രിപ്പ രാജാവിൻ്റെ അധികാരം. എന്നിരുന്നാലും അഗ്രിപ്പ രാജാവിൻ്റെ അഭിപ്രായങ്ങൾ ഈ കൈസരിയിലേക്ക് ഈ വിഷയം അയക്കുമ്പോൾ, ആ കേസ് ഫയൽ ചെയ്യുമ്പോൾ അഗ്രിപ്പ രാജാവിൻ്റെ അഭിപ്രായങ്ങൾ വളരെ വാലിഡാണ്. അതുകൊണ്ട് തന്നെ അഗ്രിപ്പ ഫെസ്തോസിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ പേഴ്സണലായിട്ട് പൗലോസിനെ കുറിച്ച് അഗ്രിപ്പ രാജാവും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അഗ്രിപ്പ പറയുകയാണ്, എനിക്ക് പൗലോസിനെ കാണുവാനും അവൻ്റെ പ്രസംഗം കേൾക്കുവാനുമായിട്ടും ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ബെർണീസും അഗ്രിപ്പായും കൂടെ ഈ ഫെസ്തോസിനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഫെസ്തോസ് പൗലോസിനെ വിസ്തരിക്കുവാനായിട്ട് അഗ്രിപ്പായുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമാണ് ഞാൻ ഈ വായിച്ച് കേൾക്കുന്നത്. ഇവിടെ പോൾ നിൽക്കുന്നത് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിലാണ്. ഇദ്ദേഹം യഹൂദിയ രാജാവാണ്, ശമരിയയിൽ നിന്നുള്ള രാജാവാണ്. നമുക്ക് ഹെരോദാവ് ദ ഗ്രേറ്റ്, അതിനുശേഷമുണ്ടായിരുന്ന ഹെരോദ രാജാക്കന്മാർ, അഗ്രിപ്പ ഒന്നാമൻ, അഗ്രിപ്പ രണ്ടാമൻ. ഇത് അഗ്രിപ്പ രണ്ടാമനാണ്. ഹെരോദിയ രാജാക്കന്മാരാണ്. ഹെരോദ് ദ ഗ്രേറ്റ് ആണ് കർത്താവിൻ്റെ കാലത്ത് 2 വയസ്സിന് താപ്പോട്ടുള്ള കുട്ടികളെയെല്ലാം കൊന്നുകളഞ്ഞ് ആ ഒരു ഭയങ്കര ആ ഒരു വലിയ കുലപാതകം നടത്തിയ ഹെരോദാവാണ് ഈ ഹെരോദ് ദ ഗ്രേറ്റ്. അതിൻ്റെ ആ ഒരു ലീനിയേജിൽ തന്നെ വരുന്ന യഹൂദിയ രാജാവാണ് ഈ അഗ്രിപ്പ രാജാവ്. അദ്ദേഹം പോളിനെ വിസ്തരിക്കുകയാണ്. ഇവിടെ പോള് തൻ്റെ വിസ്താരം താൻ തന്നെയാണ് ചെയ്യുന്നത്. പോള് അഗ്രിപ്പായോട് പറയുകയാണ്, അഗ്രിപ്പ രാജാവേ, നിനക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതിനാൽ, യഹൂദന്മാരുടെ സമ്പ്രദായമെല്ലാം അറിയാവുന്നതിനാൽ, നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ പിതാക്കന്മാരെ കാത്തിരുന്ന പ്രത്യാശ എല്ലാം നിനക്കറിയാവുന്നതിനാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാര്യം എൻ്റെ വിഷയം പ്രാഗൽഭ്യത്തോട് നിന്നോട് പറയുവാൻ എനിക്ക് കഴിയുമല്ലോ, അതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. എൻ്റെ തെറ്റെന്താണ് എന്ന് അഗ്രിപ്പ രാജാവ് പറയുവാനായിട്ട് പറയുക. എനിക്കറിയാവുന്ന നിലയിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ കാത്തിരുന്ന വാഗ്ദത്തത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രസംഗിച്ചതും ഇന്ന് എന്നെ ഈ ജയിലിലാക്കിയിരിക്കുന്നതും എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഇവിടെ പറയുകയാണ്, നസറനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു. സത്യം, ഞാനൊരു കാലത്ത് യേശു ക്രിസ്തുവിന് എതിരായിരുന്നു. നസറനായ യേശുവിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവൻ്റെ നാമത്തിനെതിരായിട്ട് പലതും പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചു. സത്യം, അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. ഞാൻ അവർക്കെതിരായിട്ട് ചെയ്യാത്ത കാര്യമല്ല. അതുപോലെ ഞാൻ വളരെ ദോഷം അവർക്ക് ചെയ്തിട്ടുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുവാൻ സമ്മതം കൊടുത്തത് പോളാണ്. അവരെ നിഗ്രഹിക്കുവാൻ ഞാനും സമ്മതം കൊടുത്തു. അങ്ങനെ പോൾ അന്ന് അറിയപ്പെടുന്ന നിലയിൽ സന്നിദ്രീൻ സംഘത്തിലെ തന്നെ ഒരു മെയിൻ അറിയപ്പെടുന്ന നിലയിൽ താൻ അവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നു എന്ന് പല വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇതായിരുന്നു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഒരു യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്നില്ല, ഞാൻ അവനെതിരായിരുന്നു. ആ ഒരു മാർഗ്ഗക്കാരെ അന്യ പട്ടണങ്ങളോളം ചെന്ന് ഞാൻ ഉപദ്രവിച്ചിരുന്നു. അവരുടെ പള്ളികളിൽ ഞാൻ അവരെ ഉപദ്രവിച്ചിരുന്നു. അവരെ കുല ചെയ്യുവാൻ ഞാൻ അധികാരം കൊടുത്തിരുന്നു, ഞാൻ അനുവാദം കൊടുത്തിരുന്നു. ആ നിലയിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് പറയുകയാണ്. പോള് ഇതൊക്കെ ചെയ്യാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. താനൊരു ന്യായപ്രമാണത്തിൻ്റെ നീതി നിമിത്തം അനിന്യൻ. ന്യായപ്രമാണത്തിൽ കൂടി, അബ്രഹാമിൽ കൂടി, മോശയിൽ കൂടി, ആ ഒരു ലീനിയേജിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രമാണങ്ങളും കൽപ്പനകളുമുണ്ട്. ആ ന്യായപ്രമാണത്തിൻ്റെ നീതി നിമിത്തം അനിന്യൻ, നിന്ദ്യനല്ലാത്തവൻ. അതായത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് 10 കൽപ്പനകളിലെ 1-ാമത്തെ കൽപ്പനയാണ്. ആ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ നീതി നിമിത്തം അനിന്യനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുപോലെ തന്നെ പോൾ പറയുകയാണ്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ വേറെ ഒരു സഭ ഇതിനിടയിൽ വരാതെ, യേശു ക്രിസ്തു ദൈവമെന്ന് പറയുന്ന ഒരു മാർഗ്ഗക്കാർ ഇതിനിടയിൽ വന്നു കഴിഞ്ഞപ്പോൾ സഭയെ ശുഷ്കാന്തി നിമിത്തം സഭയെ ഉപദ്രവിച്ചവൻ, യേശു ക്രിസ്തുവിൻ്റെ സഭയെ
പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിൽ വന്ന് ശക്തി ലഭിച്ച് കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്ത് ലോകത്തോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ചെറിയ ആട്ടിൻകൂട്ടം, അവരെ ഉപദ്രവിച്ചവൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ഹല്ലേലൂയ, ആ നിലയിലെല്ലാം പോള് ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു തികഞ്ഞ ദൈവഭക്തൻ, ഒരു മതഭക്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ദൈവസഭയെ ഞാൻ ഉപദ്രവിച്ചിരുന്നു. പോൾ ഒരു പരീശനും ദൈവവിശ്വാസിയുമായിരുന്നു, ഒരു യഹൂദിയ ഉപദേഷ്ടാവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഹി ഈസ് വെരി റിലീജിയസ്. പോളിനെ സംബന്ധിച്ചിടത്തോളം ഗമാലിയേലിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് തിരുവചനം പഠിച്ചിട്ടുള്ള ആളാണ്. ന്യായപ്രമാണം അരച്ച് കലക്കി പഠിച്ചിട്ടുള്ള ആളാണ്. അന്നത്തെ ഏറ്റവും വലിയ ന്യായശാസ്ത്രിയാണ് ഗമാലിയേൽ ന്യായശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് യെരുശലേമിൽ വന്ന് താൻ ആക്ച്വലി തൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ടർക്കിയ, കിലിക്കിയയിൽ, തർസോസിലെ കിലിക്കിയ. അവിടെ നിന്നും യെരുശലേമിൽ 125 കിലോമീറ്ററോളം ദൂരെ അവിടെ വന്ന് തിരുവചനം അഭ്യസിച്ച് കർത്താവിന് വേണ്ടി, ദൈവമാർഗത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു റിലീജിയസ്. താനൊരു വലിയ എന്താ പറയുന്നത്, ഒരു താഴെ വരെ വരുന്ന ഒരു ലോങ് റോബ്, ഒരു ബിഗ് ലോങ് റോബ് താൻ ധരിച്ചിരുന്നു. തന്നെ കണ്ടാലേ ഒരു പരീശനാണ്. ഹി സ്പീക്സ് ലൈക്ക് റിലീജിയസ്, ഹി ലുക്സ് റിലീജിയസ്, ഹി സ്മെൽസ് റിലീജിയസ്. പ്യുവർലി ഒരു പരീശനാണ്. ദൈവ വചന നിമിത്തം, ദൈവ മാർഗം നിമിത്തം, കർത്താവിന് വേണ്ടി, ആ അറിഞ്ഞ സത്യത്തിന് വേണ്ടി, ന്യായപ്രമാണത്തിൻ്റെ ശുഷ്കാന്തി നിമിത്തം സഭയെ ഉപദ്രവിച്ചവനെന്ന് പറയുന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നവൻ, ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് പോൾ. പക്ഷെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരെല്ലാം അവരുടെ നീതി നിവർത്തിക്കുവാനായി, ന്യായപ്രമാണത്തിലെ പ്രവൃത്തികളിൽ കൂടിയുള്ള നീതി നിവർത്തിക്കുവാനായി അവർ ബന്ധപ്പെട്ടു. ദൈവിക നീതി എന്താണെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. അവർ ദൈവവചനപ്രകാരം ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് അനേകരെ നമുക്കതുപോലെ കാണുവാനായിട്ട് കഴിയും. ഇന്നത്തെ ആ കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. അവർ നോക്കുന്നത് ദൈവം കൊടുത്തിരിക്കുന്നതെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്ന ഒരു മാർഗത്തിലെ നീതി സംബന്ധിച്ച് അവരെന്തും ചെയ്യുവാൻ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടവരായി അനേകരെ നമുക്ക് കാണാം. ആന പിടിച്ചാൽ മാറാത്ത രീതിയിൽ അവരുടെ അതിലെ വിശ്വാസത്തിൽ അവർ ഉറച്ചിരിക്കുന്നു. എന്തും ചെയ്യുവാൻ വീട്ടുകാരെ, നാട്ടുകാരെ, തങ്ങൾക്കുള്ളതൊക്കെ വിട്ടുകളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സമർപ്പണത്തോടെ ആയിരിക്കുന്ന പലരെ നമുക്കങ്ങനെ കാണുവാൻ കഴിയും. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നാം മനസ്സിലാക്കിയിരിക്കുന്നതിൽ എത്രമാത്രം ഉറച്ചിരിക്കുന്നു എന്നുള്ളതല്ല, സത്യമാർഗത്തിൽ നാം ഉറയ്ക്കണം. തിരുവചന സത്യങ്ങളെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. ഏതെങ്കിലും ദൈവമാർഗമാണെന്ന് വിചാരിച്ച് അതിൽ മുറുകെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ദൈവവചനം എന്താണ്, ദൈവിക മാർഗം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പോളിനെ സംബന്ധിച്ചിടത്തോളം, പോളിനെ കണ്ടാലേ ഒരു റിലീജിയസ് മാനാണ്. മേലെ മുതൽ താഴെ വരെയുള്ള ഒരു നിലയങ്കി കണ്ടാലേ, യഹൂദനെ കണ്ടാലേ അറിയാം. തൻ്റെ സ്മെല്ല്, തൻ്റെ ലുക്ക്, തൻ്റെ സംസാരം എല്ലാം റിലീജിയസ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗമാലിയേൽ ശാസ്ത്രിയുടെ പാദപീഠത്തെങ്കിലിരുന്ന് തിരുവചനം അഭ്യസിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥ പരീശനായ യഹൂദന്, തനിക്ക് തിരുവചനം അറിയാഞ്ഞിട്ടല്ല, പക്ഷെന്നുണ്ടെങ്കിൽ താൻ അറിഞ്ഞത് അങ്ങനെ തന്നെയാണ്, ഇതാണ് സത്യം എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് അനേകരെ നമുക്ക് ഇതുപോലെ കാണുവാനായിട്ട് കഴിയും. ഒത്തിരി പേര് ഇതാണ് സത്യമെന്ന് പറഞ്ഞ് അതിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. എന്നാൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഒരല്പം ദൈവസ്നേഹത്തോട് തിരുവചനത്തെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും, ഹല്ലേലൂയ, ആ ഒരു മനസ്സ് കാണിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ കാര്യങ്ങളെ വാസ്തവമായിട്ട് മനസ്സിലാക്കുവാൻ, പാരമ്പര്യമല്ല, പിതൃസമ്പ്രദായമല്ല, ആ പിതൃസമ്പ്രദായങ്ങളെല്ലാം ശരിയാണെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ പോളിന് പറ്റിയതുപോലെയുള്ള ഗതി നമുക്കും പറ്റും. പോളിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും ദൈവത്തിൻ്റെ നീതി സംബന്ധിച്ച് അനിന്യനാണെങ്കിലും സത്യമാർഗം എന്താണെന്ന് അറിയത്തില്ല. ദമസ്കോസിൽ വെച്ച് കർത്താവ് പോളിനെ പിടിക്കുന്നത് വരെ എന്താണ് ദൈവമാർഗമെന്ന് പോളിന് അറിയത്തില്ല.
തൻ്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ല, കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ന്യായപ്രമാണം മുഴുവൻ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ദൈവം പിടിക്കുന്നത് വരെ, പരിശുദ്ധാത്മാവിനാൽ തന്നോട് ഇടപെടുന്നത് വരെ, യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുന്നത് വരെ ദൈവമാർഗം എന്താണെന്ന് തനിക്കറിയത്തില്ല എന്നതുപോലെ ഈ കാലഘട്ടത്തിൽ അനേകരുണ്ട്. തങ്ങൾ അറിഞ്ഞിരിക്കുന്ന പിതൃ പാരമ്പര്യങ്ങളിൽ പിടിച്ച് മുറുക്കെ പിടിച്ചിരിക്കുന്നവർ. പിതൃ പാരമ്പര്യമല്ല നിങ്ങളെ രക്ഷിക്കുന്നത്. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനും ദൈവിക നീതി എന്താണെന്ന് മനസ്സിലാക്കുവാനും കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാനും അത് ലോകത്തോട് പ്രസംഗിക്കുവാനും ഗ്രേറ്റ് കമ്മീഷൻ എന്താണെന്ന് മനസ്സിലാക്കുവാനും നമ്മളെ അറിയിച്ചിരിക്കുന്ന ദൈവിക നീതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ സമർപ്പണത്തോട് ആ വിഷയത്തെ മനസ്സിലാക്കി അത് പ്രസിദ്ധമാക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്തിലെങ്കിലും നമ്മൾ മുറുകെ പിടിക്കുന്നതിലല്ല കാര്യം, സത്യമാർഗത്തെ മുറുകെ പിടിക്കണം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പോൾ ഇവിടെ പറയുകയാണ്, 26-ാമത്തെ അധ്യായത്തിൻ്റെ താപോട്ടുള്ള ചില വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കാം. 12-ാമത്തെ വാക്യം ഇവിടെ പറയുകയാണ്, ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. പോൾ എന്തിനാണ് ദമസ്കോസിലേക്ക് പോകുന്നത്? എവിടാണ് ദമസ്കോസ്? യെരുശലേമിൽ നിന്നും അങ്ങ് സിറിയയിലേക്ക് പോവുകയാണ്. സിറിയയിൽ 125 കിലോമീറ്റർ ദൂരെയാണ് യെരുശലേമിൽ നിന്ന് സിറിയ. അവിടെ എന്തിനാണ് പോകുന്നത്? അടുത്ത ചാപ്റ്റർ 9-ാമത്തെ ചാപ്റ്ററൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ സ്തേഫാനോസിനെ കൊന്നു കഴിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു വലിയ പീഡനിമിത്തം ദൈവസഭയ്ക്ക് ഉപദ്രവം നേരിടുകയും ദൈവസഭ ലോകം മുഴുവനും ചിതറിപ്പോവുകയും ചെയ്തു. യെരുശലേമിലും സിറിയയിലും ശമരിയയിലും ഒക്കെ അവർ ചിതറിപ്പോകുവാനായിട്ടിടയായി. എന്നാൽ അവരെ പോയി പിടിച്ച് കെട്ടി തിരികെ യെരുശലേമിൽ കൊണ്ടുവരുവാനായിട്ട് പുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങി പോൾ അതിനു വേണ്ടിയിട്ട് ദമസ്കോസിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുന്നത് അവിടുള്ള യഹൂദന്മാരെ, അതായത് ദൈവസഭയെ ലിറ്റിൽ ഫ്ലോക്സ്, യേശു ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ള ഗ്രേറ്റ് കമ്മീഷൻ, ആ ഒരു മഹാദൗത്യം ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ലിറ്റിൽ ഫ്ലോക്സ് എന്ന ദൈവസഭയെ മുടിപ്പിക്കുവാനായിട്ട് പോൾ ദമസ്കോസിലേക്ക് പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ പോൾ പറയുകയാണ്, രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. പോൾ ഏകദേശം ഡെമസ്കോസിൻ്റെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് വലിയൊരു വെളിച്ചം, സൂര്യനെ വെല്ലുന്ന ഒരു വലിയ വെളിച്ചം തന്നെ ചുറ്റി പ്രകാശിക്കുക. താൻ അങ്ങനെ ഭയപരവശനായി താൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുകയാണ്. അങ്ങനെ താഴെ വീണ് കിടക്കുക. ഇത് എവിടെ വെച്ചാണെന്നറിയാമോ? ഡെമസ്കോസിൽ വെച്ച്. ഡെമസ്കോസ് എവിടെ? സിറിയയിലാണ്. എന്ത് ഡെമസ്കോസിൽ വെച്ച് കർത്താവ് ഇടപെടാൻ കാര്യം? പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിക്കുക. ഇതൊരു വലിയ ഡിസ്പെൻസേഷൻ ആരംഭിക്കുക. പോളിൻ്റെ വിളിയിൽ കൂടി ഒരു വലിയ കാലഘട്ടം തുറക്കാൻ പോവുക. ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, കർത്താവിൻ്റെ കരുണ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിക്കാൻ പോവുക. ഹല്ലേലൂയ. പൗളിൻ്റെ ഈ വിളിയെക്കുറിച്ച് തിരുവചനത്തിൽ 3 അധ്യായങ്ങളാണ് പരിശുദ്ധാത്മാവ് വേർതിരിച്ചിരിക്കുന്നത് എഴുതുവാൻ വേണ്ടി. 9-ാമത്തെ അധ്യായം, 22-ാമത്തെ അധ്യായം, 26-ാമത്തെ അധ്യായം. പൗളിനെ ഈ വിളിച്ചിരിക്കുന്ന വിളി എഴുതുവാൻ 3 അധ്യായം ബൈബിളിൽ വേർതിരിച്ചിരിക്കുക. ഒരു പുതിയ ഡിസ്പെൻസേഷൻ അതിൽ കൂടി ആരംഭിക്കുക. അന്ന് വരെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി അന്ന് ആരംഭിക്കുക. കർത്താവ് സൂര്യനെ വെല്ലുന്ന പ്രകാശത്തോടുകൂടി ദമസ്കോസിൽ ഇറങ്ങി വന്ന് പോളിന് പ്രത്യക്ഷനാകുക. ഇത് യെരുശലേമിൽ വെച്ച് എന്താ പ്രത്യക്ഷനാകാത്ത കാര്യം? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെരുശലേമിൽ നിന്ന് വെളിയിൽ വരണം. ആ യെരുശലേമിൻ്റെ ആ ഒരു ദേശത്ത് നിന്ന് ഒരു ജാതീയ മണ്ണിലെത്തണം പോൾ. യെരുശലേം മുഴുവനും ഇസ്രായേൽ മുഴുവനും യാത്ര ചെയ്ത് സിറിയയിലെ ഒരു ജാതീയ മണ്ണിലെത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം വെളിപ്പെടുകയാണ്. യെരുശലേമിൽ വെച്ച് വേണമെങ്കിൽ വെളിപ്പെടാമായിരുന്നു. ഇങ്ങോട്ട് തന്നെയാണ് വരുന്നതെന്ന് കർത്താവിന് അവിടെ വെച്ച് അറിയാം. വേണമെങ്കിൽ യെരുശലേമിൽ വെച്ച് വെളിപ്പെടാമായിരുന്നു. എന്നാൽ അവിടെ ഒന്നും വെളിപ്പെട്ടില്ല. ഇസ്രായേലിൻ്റെ ബോർഡർ കഴിഞ്ഞ് സിറിയയിൽ കയറി കഴിഞ്ഞപ്പോൾ കർത്താവ് വെളിപ്പെടുകയാണ്. പോൾ ഹിംസെൽഫ് ഈസ് നോട്ട് ഫ്രം ഇസ്രായേൽ.
അദ്ദേഹം താമസിക്കുന്നത് തന്നെ കൈസരി തർസോസിലെ കിലിക്കിയയിൽ താമസിക്കുന്ന ആളാണ്. യഹൂദനാണെങ്കിലും തർസോസിലെ കിലിക്കിയയിൽ താമസിക്കുന്ന ആളാണ്. തന്നെ ഈ സിറിയയിലെ ഈ ദമസ്കോസിലടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര സ്വർഗത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നത് പോലുള്ളൊരു വലിയ പ്രകാശം തൻ്റെ മേൽ ചുറ്റി മിന്നുകയാണ്. അങ്ങനെ താൻ നിലത്ത് വീണ് കിടക്കുകയും കണ്ണു കാണാതെ അതിമഹത്തായ ആ ഒരു കാഴ്ച കണ്ടിട്ട് കർത്താവിനോട് ചോദിക്കുന്ന രംഗമാ, കർത്താവേ നീ ആരാകുന്നു? ഹല്ലേലൂയ. പോളിൻ്റെ ആ വിളിയൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇവിടെ ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പേര് ചൊല്ലി വിളിക്കുക. പേര് പലരും വിചാരിക്കാറുണ്ട്, നമ്മുടെ പേര് ദൈവത്തിന് അറിയാമോ? ശൗല്, ഇദ്ദേഹത്തെ ദൈവത്തിന് അറിയാമോ? നമ്മെ ഓരോരുത്തരെയും ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ പേരറിയാം, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. നമ്മുടെ തലയിലെ ഓരോ മുടികൾ വരെ എണ്ണപ്പെട്ടിരിക്കുക. നമ്മുടെ നാഡീ സ്പന്ദനങ്ങൾ വരെ കർത്താവിനറിയാം. നമ്മുടെ നിലവുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഉൾപ്പൂവുകൾ എല്ലാം ദൈവത്തിനറിയാം. നാം ഓരോരുത്തരും എന്ത് ചിന്തിക്കുന്നു നമ്മുടെ അകത്തെ മനുഷ്യനെ നന്നായി അറിയുന്നവന്. പൗലിനെ പേര് ചൊല്ലി വിളിക്കുക. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ ഉപദ്രവിക്കുന്നത് ദൈവസഭയാണ്. ആ സഭയെ ഉപദ്രവിക്കുന്നവനെ എന്നെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷത്തോളം ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ച് 12 ശിഷ്യന്മാരെ ആക്കി ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് പ്രസംഗിച്ച്, ഗ്രേറ്റ് കമ്മീഷനെ അവരോട് പ്രസംഗിച്ച്, എന്ത് ചെയ്യണമെന്ന് അവർക്ക് ആജ്ഞ കൊടുത്ത്, കൽപ്പന കൊടുത്ത്, പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്ന് അവരെ ദൈവം ഉപയോഗിക്കുന്ന ഒരു ഭയങ്കര ഗ്രേറ്റ് കമ്മീഷൻ, ദ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം എന്ന് പറയുന്ന ദൈവിക പദ്ധതിയിൽ 12 ഗോത്രപിതാക്കന്മാരുടെ എണ്ണത്തിനൊത്ത് 12 അപ്പോസ്തലന്മാരെ എടുത്ത് ദൈവം ആരംഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതിനെ ഉപദ്രവിക്കുക. അതാ ദൈവസഭ. ആ കാലഘട്ടത്തിലെ യഹൂദിയ ദൈവസഭ എന്ന് പറയുന്നത് അവരുടെ പിതാക്കന്മാരുടെ വാഗ്ദത്തമായിരുന്ന ദൈവിക പദ്ധതി അതാ. അതിനെ ഉപദ്രവിക്കുന്നവനെ കർത്താവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമായി ദൈവം കാണുക. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. നീ ഉപദ്രവിക്കുന്ന യേശു. പോൾ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് കൂടിയില്ല. പോൾ യേശു ക്രിസ്തുവിനെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ ഉപദ്രവിക്കുന്ന മുഴുവൻ സഭയാണ്. സഭയെ ഉപദ്രവിക്കുന്നവനെ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം വളരെ അന്വർത്ഥമാണ്. ഇതിനെ ഒന്നും നിങ്ങൾ തള്ളിക്കളയരുത്. ഈ കാലഘട്ടത്തിൽ ഈ സത്യം മറന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടെ നടന്ന രക്ഷൻ്റെ പ്രവൃത്തിയിൽ കൂടെ രക്ഷാ പദ്ധതി നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുമ്പോൾ അതിനെ തള്ളിക്കളഞ്ഞിട്ട് മറ്റു പല മാർഗങ്ങളിൽ കൂടെയും പോയി കഴിയുമ്പോൾ ദൈവം യേശു നിങ്ങൾ മനസ്സിലാക്കാത്ത, നിങ്ങൾ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാനെന്ന് പറയുമ്പോൾ എത്ര ഹൃദയവേദനയോടെ നാം അത് ഏറ്റെടുക്കണം എന്ന് ചിന്തിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷൻ്റെ പ്രവൃത്തി അത് പ്രസിദ്ധമാക്കുക എന്നുള്ള ഒരേ ഒരു ദൗത്യമായി നമ്മളെ തന്നിരിക്കുന്ന ഗ്രേസ് കമ്മീഷൻ. പിതാവായ ദൈവം ലോകത്തിൻ്റെ പാപങ്ങളെ കണക്കിടാതെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ പിതാവിനോട് നിരപ്പിക്കുക. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ പ്രസിദ്ധമാക്കുവാൻ സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സ് ആയിട്ട്, സ്വർഗത്തിൻ്റെ സ്ഥാനാപതികളായി ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുക. ദാറ്റ് ഈസ് അവർ ഗ്രേറ്റ് കമ്മീഷൻ. അത് മനസ്സിലാക്കാതെ നമ്മൾ മറ്റു പലതും ചെയ്യുമ്പോൾ ഈ പോളിനോട് പറയുന്നത് പോലെ കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മുടെ ചെവിയിൽ മുഴങ്ങി കേൾക്കട്ടെ. നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. നീ ത്യജിച്ച് കളഞ്ഞിരിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ എന്ന് പറയുന്നത് കേൾക്കുവാൻ അനേകർക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകർ ഈ അന്ത്യകാലങ്ങളിൽ ഈ സത്യത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു റിസ്റ്റോറേഷൻ 2024 ഉണ്ടാകട്ടെ എന്ന് ഞാൻ വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേകർ ഈ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ക്രൂശിൻ്റെ മഹത്വം എന്താണ്, ക്രൂശിൽ കൂടി ഒഴുകിയ രക്തത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് ഞാനൊരു ഭാഗം വായിച്ച് അതിൻ്റെ താഴോട്ടുള്ള ഭാഗം വായിക്കാം. 16-ാമത്തെ വാക്യം. എങ്കിലും എഴുന്നേറ്റ് നിവർന്ന് നിൽക്ക, നീ എന്നെ കണ്ടതിനും ഞാൻ
നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി വിളിക്കുകയും നിയമിക്കുകയും ചെയ്യുക. അതിനുവേണ്ടി വാനമേഘങ്ങളിൽ പ്രത്യക്ഷനായിരിക്കുക. കർത്താവ് സൂര്യനെ വെല്ലുന്ന ശോഭയോട് പകലിൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ ശോഭിക്കുന്നത് പോലെ ഡമസ്കോസിൽ വെച്ച് പോളിൻ്റെ മുന്നിൽ പ്രകാശത്തോട് നിറഞ്ഞു നിൽക്കുകയാണ്. അന്ന് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്നൊരു കാലഘട്ടം ആരംഭിക്കുക. പൗലോസ് അപ്പോസ്തലൻ്റെ വിളിയോടുകൂടി ലോകത്തിൻ്റെ ഗതി മാറുകയാണ്. ഒരു പുതിയ കരുണാ കാലഘട്ടം അല്ലെങ്കിൽ കൃപായുഗം അന്ന് മുതൽ ആരംഭിക്കുക. പോളിൽ കൂടെയല്ല, പോളൊരു സാധാരണ മനുഷ്യനാണ്. കർത്താവായ യേശു ക്രിസ്തു ഉലകത്തിൽ അതിന് മുൻപ് മുതലേ രഹസ്യമായിരുന്ന സ്വർഗീയ പദ്ധതി കർത്താവ് ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി പോളിന് താൻ പ്രത്യക്ഷനാകുകയാണ്. അന്ന് മുതൽ ഒരു കൃപാ കാലഘട്ടം ആരംഭിച്ചിരിക്കുക. ഈ കാലഘട്ടം അവസാനിക്കുന്നത് അതുപോലെ ഒരു പ്രത്യക്ഷത ഇനി വരാൻ പോവുകയാണ്. അന്ന് സഭ ഇവിടുന്ന് ചേർക്കപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. നാം സ്വർഗത്തിൽ വാനമേഘങ്ങളിൽ കർത്താവിനോടൊപ്പം സംഗമിക്കും. നിത്യം സ്വർഗത്തിൽ അതിനുശേഷം നാം വാഴുവാനായിട്ട് പോവുകയാണ്. അന്ന് കൃപായുഗത്തിന് ഷട്ടർ വീഴും. അന്ന് ഈ കൃപാ കാലഘട്ടം അവസാനിക്കും. അതിനുശേഷം ആരെങ്കിലും ഈ കൃപയാൽ രക്ഷിക്കപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. അതിനുശേഷം ഈ കൃപാ കാലഘട്ടത്തിലോ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലമെന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതിനുശേഷം യഹൂദനെ റീസ്റ്റോർ ചെയ്യുകയും ദൈവം എവിടെ വെച്ച് കാര്യങ്ങൾ നിർത്തിയോ ആ പദ്ധതി പുനരാരംഭിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് അതിനുശേഷം. ഈ കാലഘട്ടത്തിൽ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഇതുപോലെ സൂര്യനെ വെല്ലുന്ന ശോഭയോട് നാം കണ്ടതുപോലെ ഇതുപോലെ ഒരു പ്രത്യക്ഷതയുടെ അടുത്ത വരും ദിനങ്ങളിൽ നാം കാണും. അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ നാം അത് കാണും. അന്ന് ഈ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് തീരും. ഹല്ലേലൂയ. പോളിനെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി കർത്താവ് വിളിക്കുക. പാപികളിൽ ഒന്നാമനായിരുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാപി, കാരണം പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒന്നാമത്തെ പാപി തർസോസുകാരൻ ശൗൽ. ആ ശൗലിനെ വിളിച്ചുകൊണ്ട് കർത്താവ് ഒരു മഹാകരുണ കാലഘട്ടം ആരംഭിക്കുക. ആ കാലം, ആ ക്രിസ്ത്യാനിറ്റിയുടെ കാലം, അല്ലെങ്കിൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്ന, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഈ കാലഘട്ടം അത് ആരംഭിക്കുന്നത് പോളിനെ ഡമസ്കോസിൽ വെച്ച് വിളിക്കുമ്പോഴാണ്. അത് അവസാനിക്കുന്നത് റാപ്ചറിൽ സഭ ഇവിടുന്ന് ചേർക്കുമ്പോഴാണ്. ഈ കാലഘട്ടത്തിനിടയിൽ ആയിരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുമ്പോൾ അതിനു മുൻപും പിൻപുമുള്ള കാര്യങ്ങളുടെ പുറകെ പോയിട്ട് നമ്മുടെ രക്ഷ നഷ്ടമാക്കി കളയുന്നതിനിടയായി തീരാതെ ഈ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ മഹത്വമുള്ള മഹിമ കണ്ട സാക്ഷികളായി ക്രൂശിൻ്റെ മഹത്വം പ്രസംഗിക്കുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ്റെ കൂട്ടുവേലക്കാരായി ക്രൂശിൻ്റെ മഹത്വം പ്രസംഗിക്കുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവിടെ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി പോളിനെ വിളിക്കുക. ഇതേ വിളിയ എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കർത്താവ് പോളിനെ നിയമിക്കുവാൻ പ്രത്യക്ഷനായിരിക്കുക. കർത്താവ് ഈ ലോകത്തിലെ ശുശ്രൂഷ വേളയിൽ ഏകദേശം 2 വർഷം മുമ്പ്, ആ ഒരു കാലയളവ് നോക്കിയാൽ സ്തേഫാനോസിനെ കൊന്ന് അതിന് 1 വർഷം മുമ്പ്, കർത്താവിന് മരണ പുനരുദ്ധാനത്തിന് മുൻപുണ്ടായിരുന്ന 3.5 വർഷം, 12 അപ്പോസ്തലന്മാരെ കർത്താവ് കൈക്ക് പിടിച്ച് കൂടെ കൊണ്ട് നടന്ന് അവരെ തിരുവചനം പഠിപ്പിച്ച് ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാക്കി അവരോട് ഗ്രേറ്റ് കമ്മീഷനെക്കുറിച്ച് പറഞ്ഞ് സ്വർഗരാജ്യത്തിൽ ആര് കിടക്കും, സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ എന്ത് ചെയ്യണം, അവരുടെ മഹാദൗത്യം എന്താണെന്ന് പറഞ്ഞ് ദൈവിക അരുളപ്പാടുകൾ പാപമോചിക്കുവാൻ വരെയുള്ള അനുഗ്രഹങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാനുള്ള ദൈവിക കൃപ അവരുടെ മേൽ പകർന്ന് പരിശുദ്ധ ആത്മാവിനാൽ അവർ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുക. അങ്ങനെ 12 പേരെ ഈ മഹാദൗത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം സ്വർഗത്തിൽ നിന്നും പുതിയൊരാളെ അപ്പോയിൻ്റ് ചെയ്യുക. സ്വർഗത്തിൽ നിന്നും കർത്താവ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു അപ്പോയിൻമെൻറ്റ്, ഒരു അപ്പോസ്തലനെ വിളിക്കുക ഒരു മഹാദൗത്യത്തിന് വേണ്ടി. ദിസ് ഈസ് കോൾഡ് ക്രിസ്ത്യാനിറ്റി. ഇതാണ് എൻ്റെ നിങ്ങളുടെയും വിളി.
സ്വർഗത്തിൽ നിന്നും ദൈവം വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗീയ പദ്ധതിയുണ്ട്. അതാണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി. ഇന്ന് പോളിനെ പോലെ പാരമ്പര്യത്തിലും പിതൃസമ്പ്രദായങ്ങളിലും പ്രമാണങ്ങളിലും ഒക്കെ നമ്മൾ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ദൈവത്താൽ പിടിക്കപ്പെടുവാൻ, നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കപ്പെടുവാൻ, സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ. ഇന്നത്തെ രക്ഷാമാർഗം ഇറ്റ് ഈസ് ജസ്റ്റ് ക്രോസ് അലോൺ. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന കാലമാണ്. ഇത് നിയമിക്കുവാൻ കർത്താവ് പോളിനെ ദമസ്കോസിൽ വെച്ച് വിളിക്കുക. പോളിനോട് പറയുകയാണ്, ഞാൻ നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ഇപ്പോഴും നിനക്ക് ആ പ്രശ്നം, നീ അതുകൊണ്ട് ഇന്ന് കൈസരിയിലെ ജയിലിൽ നിൽക്കുക. നിനക്ക് പ്രശ്നങ്ങളുണ്ടാകും, നമുക്ക് ഓരോരുത്തർക്കും പ്രശ്നങ്ങളുണ്ടാകും. സുഖസൗകര്യമായ സമ്പൽ സമൃദ്ധമായ ആയുരാരോഗ്യ സൗഖ്യം കിട്ടുന്ന ഒരു മാർഗമല്ല ഇത്. അതിനല്ല ഈ വിളി. അതിനാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള മാർഗമല്ല ഇത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മാർഗം നോക്കാം. ഇതല്ല. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഭാഗമാണ്. എന്തിനു വേണ്ടി പോളിനെ വിളിച്ചിരിക്കുന്നു, എന്താണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നു. കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരേണ്ടതാണ്. എന്നാൽ സമയ ചുരുക്കത്താൽ ഞാൻ കടക്കുന്നില്ല. ഇവിടെ നിൽക്കുന്നത് അഗ്രിപ്പ രാജാവിൻ്റെ മുന്നിലാണ്. അടുത്ത വാക്യത്തിൽ അഗ്രിപ്പായോട് പറയുകയാണ്, രാജാവേ, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉലകം മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടാലും, എന്നെ ശിരച്ഛേദം ചെയ്താലും, ഈ ലോകത്തിൽ എന്തു തന്നെ പ്രയാസം വന്നാലും ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ ഈ ശുശ്രൂഷിക്കുന്നത്. ഞാൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പഠിച്ചിട്ടില്ല, ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടുമില്ല. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചതും എന്തെന്നാൽ യേശു ക്രിസ്തു തന്ന വെളിപ്പാടിനാൽ അത്രേ ഞാൻ നിങ്ങളോട് ശുശ്രൂഷിക്കുന്നത്. ഇതൊരു പുതിയ വിളിയാണ്. ഇത് ദൈവം സ്വർഗത്തിൽ നിന്നും പോളിനെ വിളിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ ശുശ്രൂഷയാണ്. ദിസ് ഈസ് കോൾഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പോളിനെ വിളിച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ വിളിക്കായി എന്നെ നിങ്ങളെയും എല്ലാം ദൈവം ചേർത്ത് വിളിച്ചിരിക്കുക. ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയത്തില്ല. ക്രിസ്തു തലയും നാം ശരീരവുമായി, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് നാം എല്ലാവരും. ഇതിൽ പോളിന് മാത്രം വിളിച്ച വിളിയെന്നില്ല, ഈ വിളി നമുക്കെല്ലാവരെയും ചേർത്ത് വിളിച്ചിരിക്കുക. ഈ കൈ അല്ല ഈ കൈക്ക് ഇതിൻ്റെ ഉപയോഗം വേറെയാ, ഈ കൈയുടെ ഉപയോഗം വേറെയാ, ഈ വിരലിൻ്റെ ഉപയോഗം വേറെയാ, ഈ കൈയുടെ ഉപയോഗം വേറെയാ, ഈ വിരലിൻ്റെ ഉപയോഗം വേറെയാ, ഈ കണ്ണിൻ്റെ ഉപയോഗം വേറെയാ, ഈ കണ്ണിൻ്റെ ഉപയോഗം വേറെ, ഈ കൺപീലിക്ക് വരെ ഉപയോഗമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗമുള്ളതാണ് ശരീരം, ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇതിൽ ഉപയോഗമില്ലാത്ത ഒന്നുമില്ല. നിങ്ങളെ എല്ലാവരെയും ഓരോ ദൗത്യത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഐഡിയലായിട്ട് ഇരിക്കാനല്ല, എനിക്കൊരു പണിയുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ദൗത്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാനല്ല. ഈ ശരീരത്തിലുള്ള ഒരു ഭാഗത്തിനും ഇല്ല ഉപയോഗമില്ലാത്തത്. എല്ലാം വളരെ യുണീക്കായിട്ട് അതുല്യമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അതുപോലെ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഈ സ്വർഗീയ ദൗത്യത്തിന് വേണ്ടി വിളിച്ചിരിക്കുക. ഓരോരുത്തരുടെയും വിളിയും ഓരോരുത്തരുടെയും കൃപയും ഓരോരുത്തരുടെയും മേൽ പകർന്നിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളും പല തരത്തിലാണ്. ഓരോ ശുശ്രൂഷകളും പലതരത്തിലാണ്. ഓരോ താലന്തുകളും പലതരത്തിലാണ്. അതൊക്കെ നിറപടിയായി നിവർത്തിക്കുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ, അവൻ്റെ വരവ് വരെ വിശ്വസ്തന്മാരായി നിൽക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെ വിളിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആ വിളി ലഭിച്ചിരിക്കുകയാണ്. ആ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ ദ ഗേറ്റ് മിനിസ്ട്രീസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ ക്രൂശിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങൾ വാസ്തവമായിട്ട് പ്രബോധിപ്പിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ മഹാസുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ,
അനേകായിരങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി അനേകരെ ഈ ലോകത്തിൽ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, വരാൻ പോകുന്ന നരകാഗ്നിയിൽ നിന്ന്, അഗാധ കൂപത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലിൻ്റെ വിളിയെക്കുറിച്ച് അനേക കാര്യങ്ങൾ അതോടുള്ള വിഷയത്തിൽ ചിന്തിക്കുവാനായിട്ടുണ്ട്. എങ്കിലും ഈ ഒരു പ്രത്യേക സാഹചര്യം, ഫെസ്തോസിൻ്റെ അരമനയിൽ അഗ്രിപ്പ രാജാവും ബെർണീസും തന്നെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുമ്പോൾ പോളിനെ കുറിച്ച് കേട്ടിരിക്കുന്ന അഗ്രിപ്പ രാജാവ് എന്താണ് പോളിൻ്റെ വാദമെന്ന് കേൾക്കുവാനായിട്ട് വിളിക്കുമ്പോൾ പോൾ പ്രാഗൽഭ്യത്തോട് ആംഗ്യം കാണിച്ച് എബ്രായ ഭാഷയിൽ തന്നോട് സംസാരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഇതിലൂടെ ദൈവം നിങ്ങളോട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുവാൻ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മുടെ ഗ്രേസ് കമ്മീഷൻ എന്താണെന്ന് മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരുത്തർ പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി എല്ലാവർക്കും ഒരുങ്ങാം. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. എനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതനിൻ വിലയും തികച്ചു, സ്വർഗീയ താതനിൻ
സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം അപ്പച്ച. കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവെ കൂടി വരുവാൻ തന്ന വലിയ അവസരത്തിനായി സ്തോത്രം അപ്പച്ച. ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് അനുഗ്രഹമാകണേ അപ്പ. ഒരാഴ്ചക്കാലം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും ഈ വചനം കർത്താവെ അനുഗ്രഹമാകണമേ അപ്പ. കർത്താവെ, കൂടി വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ ഇവിടെയായിട്ടിരിക്കുന്ന ദൈവദാസന്മാരെയും കുടുംബത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് ദൈവദാസനിലെ കൂടെ കേട്ട വചനം കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായതിനായി ഓർത്ത് സ്തോത്രം പറയുന്നു. കർത്താവെ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് കർത്താവെ അങ്ങയ്ക്ക് ഹിതമുള്ള അങ്ങയ്ക്ക് ഇഷ്ടമുള്ള ദാസന്മാരായി വേലക്കാരായി നിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. പ്രാർത്ഥന കേട്ടനായി നന്ദി. സകലമാനവും മഹത്വവും ഞങ്ങളുടെ യേശു അപ്പച്ചന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഒന്നിച്ച് ചേർന്ന് വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്തൊരാഴ്ച മുഴുവനും കർത്താവിൻ്റെ കൃപയിൽ നടക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറനാഥ ഗ്രേസ്.